ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ വച്ചിരിക്കുന്നത്. അതായത് 3 കപ്പ് അരിപ്പൊടിക്ക് 4.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് പൊടി എടുക്കുമ്പോൾ ഇതുപോലെ വടിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പൊ 3 കപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു കപ്പിന് 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഈ കയ്യിലിന്റെ എന്താ പറയാ കടഭാഗം ഇല്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം, നല്ല എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. നമുക്കിത് നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പൊ നമ്മൾ ആ പൊടി വാട്ടിയ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കൈ മുക്കി എടുത്തിട്ട് കുഴയ്ക്കാനായിട്ടുള്ളതാണ്. പിന്നെ കുഴയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂട് താങ്ങാൻ പറ്റില്ല എന്നുള്ളവർ ഇത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തോളൂ കേട്ടോ. അപ്പൊ എളുപ്പമുണ്ട് നമുക്ക് കുഴയ്ക്കാനായിട്ടേ. നമ്മുടെ കൈ ഒട്ടും പൊള്ളാണ്ട് കുഴച്ചെടുക്കാൻ പറ്റും. ആദ്യം കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സാധാരണ പോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി കൈ ഇതിനകത്തൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. അതിൽ കൈ എപ്പടി പൊള്ളും, ഇങ്ങനെ ഭയങ്കര ചൂടല്ലേ. ഗ്രൈൻഡറൊക്കെ ഉള്ളവർക്ക് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ പാത്രം ഇങ്ങനെ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടർക്കി എങ്ങാനും ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് നല്ല വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതായത് നല്ല വെള്ളമയം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തന്നെ വെച്ചാൽ ഉണങ്ങിയിരിക്കും പോലെ ഇരിക്കും. എന്നിട്ട് ഈ പൊട്ടിയൊക്കെ വരില്ലേ, അതുപോലെ വരും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് വെക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പത്തിരി പ്രസ്സിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടാവുന്നതാണ്. അപ്പോൾ അവരതൊരു രസമായിട്ടത് ചെയ്തെടുത്തോളും. അതുപോലെ ഇങ്ങനെ ഈ കുഴച്ചെടുക്കണമെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ ഈ അതായത് നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് കുഴച്ചെടുക്കണേക്കാളും കുറച്ചുകൂടെ എളുപ്പമുണ്ട് അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ. പിന്നെ ഇതുപോലെ ഗ്രൈൻഡറോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ കുഴച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അതാ എല്ലാതും ഉണ്ടയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് അരിപ്പൊടി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൊട്ടിയെടുക്കൂലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് അരിപ്പൊടി ഇട്ട് വെച്ചാൽ അപ്പോൾ നമ്മൾ അപ്പം ചുട്ടെടുക്കുവാണെങ്കിൽ, അതായത് നമ്മൾ പ്രസ് ചെയ്ത് നേരെ പത്തിരിക്കല്ലിലിട്ട് ചുട്ടെടുക്കുവാണെങ്കിൽ ഇങ്ങനെ തട്ടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൊടി തട്ടണത് നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സ്റ്റൗ ടോപ്പിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ഈ നോൺ സ്റ്റിക്ക് പാനൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിലും ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പത്തിരി പ്രസ്സിലാണ് ഞാൻ ഈ പത്തിരി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും, ഒരേ ലെവലിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ എണ്ണ മേടിക്കുന്ന കവറ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അപ്പോൾ അത് ഓരോ പ്രാവശ്യം ഇങ്ങനെ തുറന്ന് എടുത്ത് അതൊരു പണിയായിട്ടിരിക്കില്ല. മറ്റേ ഇതാകുമ്പോൾ ഇച്ചിരിയുടെ എളുപ്പമുണ്ടേ. അപ്പോൾ ഈ പൊടിയുടെ മുകളിലായിട്ട് ഈ ഒരു ക്ലോത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മുക്കിയെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇത് ക്രേപ്പിന്റെ ഷോളൊക്കെ ഉണ്ടാവില്ലേ പണ്ടത്തേക്ക്, അതുണ്ടെങ്കിൽ അതെടുത്തിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഈ ബോൾ ഇങ്ങനെ ഒരു കുറച്ചൊരു മാറ്റി വയ്ക്കുക കേട്ടോ. കറക്റ്റ് സെന്ററിൽ തന്നെ വയ്ക്കുക, ഒരു ഇച്ചിരി കൂടെ മാറ്റി വയ്ക്കുക, എന്നിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഇത് നല്ല നൈസായിട്ട് തന്നെ പരത്തി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ പൊടിയുടെ മുകളിലായിട്ട്, അതായത് പൊടിയുടെ മുകളിൽ നമ്മളൊരു ക്ലോത്ത് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് 2 വശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് അത് നമുക്ക് അടുക്കി ഇങ്ങനെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. എന്നിട്ട് എല്ലാം കൂടി ലാസ്റ്റ് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്.
എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ കോലൊന്നും വെച്ച് പരത്തിയൊക്കെ എടുക്കില്ല, നമ്മൾ ചപ്പാത്തി കോലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അത് നല്ല എളുപ്പമാണ് കേട്ടോ നമുക്കിത് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാതും പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു പത്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പത്തിരിയുടെ ഒരു ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒട്ടിപ്പിടിക്കണ, ഇപ്പം നമ്മൾ പത്തിരി ഇട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ എടുത്തേണ്ടത് അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്നു തുടങ്ങൂലേ, അപ്പോഴേക്കും നമുക്ക് തിരിച്ചിടാം കേട്ടോ. അതായത് ഈ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ മറിച്ചിടുമ്പോഴാണ് കുറച്ച് സമയം അവിടെ ഇട്ടേക്കണം. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടാം, രണ്ടാമത് ഒരു കുറച്ചൊന്ന് സമയം എടുത്തിട്ട് വേണം മറിച്ചിടാനായിട്ട്. അപ്പോൾ അതായത് നമ്മൾ പിന്നെ മൂന്നാമത്തെ ഇങ്ങനെ തിരിച്ചിടുമ്പോഴത്തേനും ഇത് നല്ല പോലെ അങ്ങോട്ട് പൊന്തി വരും. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ചെറിയ പാനിലാണ് ചുട്ടെടുക്കുന്നത്. കാരണം ഞാനിത് ഈ സ്റ്റൗ എടുത്തിരിക്കുന്നത് ആ ചെറിയ ബർണറിൻ്റെ സ്റ്റൗവിലാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പത്തിരിക്കൊക്കെ ആകുമ്പോൾ നല്ല ചൂട് വേണം. അപ്പോൾ ഇപ്പോൾ വലിയ ചട്ടി പത്തിരി ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 4 എണ്ണമൊക്കെ ഇടാൻ പറ്റും. പക്ഷേ എൻ്റെ ചട്ടിയിൽ 4 എണ്ണം ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വയ്ക്കുമ്പോൾ ആ ഒരു ചൂട് കറക്റ്റ് ആവണില്ല. ഇതിന് നല്ല ചൂട് വേണം. പത്തിരിക്ക് എപ്പോഴും നല്ല ചൂടിനെ ഇട്ടിട്ട് വേണം, അതായത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പത്തിരി ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചുട്ടെടുത്ത് നമുക്കൊരു കാസറോളിട്ട് അടച്ചു വയ്ക്കാം. അതുപോലെ ഇത് കുറച്ചുണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചേക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിലിട്ട് നമുക്ക് ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഒന്ന് ചുട്ടെടുത്ത് വെച്ചാൽ മതി. അതായത് ചുടുന്നതിന് ഒരു കുറച്ച് സമയം മുമ്പിട്ടൊന്ന് പുറത്തെടുത്ത് വയ്ക്കണം, എന്നിട്ട് ചുട്ടെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പത്തിരി ഇങ്ങനെ ഒരു കാസറോളിട്ടിട്ട് അടച്ചു വെച്ചേക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ എന്താ പറയുക ഈ ഇങ്ങനെ ഉണങ്ങിപ്പോവില്ല പത്തിരി, അങ്ങനെയൊന്നും ആവാണ്ട് ഇരുന്നോളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തേച്ചാൽ മതി. നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടേ പിള്ളേർ ഇങ്ങനെ കുട്ടികളിങ്ങനെ അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവരെ കയ്യിലിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ പോലും അറിയാതെ അവർ വയറ് നല്ല പോലെ നിറഞ്ഞോളൂ കേട്ടോ. പത്തിരിക്ക് പിന്നെ അറിയാലോ എന്താ പറയുക തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ മീൻകറിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്. കൂടുതലും നോൺ വെജ് കൂട്ടിയാണ് ഇത് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പത്തിരി ചട്ടി. അപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു 4 എണ്ണമൊക്കെ എന്താ പറയുക ഒരേ സമയത്ത് തന്നെ 4 എണ്ണമൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിവിടെ പണി എളുപ്പത്തിൽ തന്നെ കഴിയും. പക്ഷേ ഈ ഒരു ബർണറിൽ വെച്ചിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. ഞാനിത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് ചെയ്തെടുക്കണതാണ്. അപ്പോൾ ഇതിനകത്ത് ഇടുമ്പോൾ ഇങ്ങനെ കൊമളച്ച് വരില്ല, കാരണം ആ ചൂട് കറക്റ്റായിട്ട് ഏക്കണില്ലാത്ത കാരണം കൊണ്ട് ഇത് ശരിക്കും അങ്ങോട്ട് കൊമളച്ച് വരില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല വലിയ ബർണറിൽ വെച്ചിട്ട് ഇതുപോലത്തെ ചട്ടി എടുക്കണമെങ്കിൽ വലിയ ബർണറിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.